അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇന്നത്തെ വീഡിയോ പ്രിയപ്പെട്ട സഹോദരിമാർക്കും ഉമ്മമാർക്കുമൊക്കെ വേണ്ടിയാണ്. ആർത്തവ സമയത്ത് അള്ളാഹുവിൻ്റെ മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മിനെ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് അത്ഭുതം കാണാൻ കഴിയും. ഏതാണ് ആ ഇസ്മ? ആർത്തവ സമയം വളരെ പ്രയാസകരമായ സമയമാണല്ലോ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന നിങ്ങളുടെ ശാരീരികമായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മഹത്തായ ഇസ്മ ഏതാണ് എന്ന് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കേൾക്കാം. വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. ഉറക്കക്കുറവ്, മാനസിക പിരിമുറുക്കം, വിഷാദം, ടെൻഷൻ, ക്ഷീണം, മടുപ്പ്, ദേഷ്യം, ആർത്തവ വേദന, പുറം വേദന, തണ്ടൽ വേദന തുടങ്ങി ഒരുപാട് പ്രയാസങ്ങൾ ആർത്തവ സമയത്ത് പല സ്ത്രീകൾക്കും ഉണ്ടാവാറുണ്ട്. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം ലഭിക്കാൻ കഴിയുന്ന ഇസ്മിനെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. ആർത്തവ സമയത്ത് ഖുർആൻ ഒഴികെ എല്ലാ ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. പതിവാക്കി വരുന്നതായിരിക്കുന്ന ചെറിയ സൂറത്തുകൾ, ആയത്തുകളൊക്കെ ദിക്ർ ആണ് എന്ന ഉദ്ദേശത്തോടെയും നിങ്ങൾക്ക് ഓതാവുന്നതാണ്, ചൊല്ലാവുന്നതാണ്. ആർത്തവ സമയം ചൊല്ലാൻ പറ്റിയ ദിക്ർ, ആ ദിക്ർ പതിവാക്കിയാൽ, ആ ഇസ്മിനെ നിങ്ങൾ പതിവാക്കിയാൽ ആർത്തവ സമയത്തുള്ള ക്ഷീണം നിങ്ങൾക്ക് മാറിക്കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ വാലി യാ അല്ലാഹ്, യാ വാലി യാ അല്ലാഹ്, യാ വാലി യാ അല്ലാഹ്, ഏറ്റെടുക്കുന്നവൻ, സംരക്ഷകൻ എന്നൊക്കെ അർത്ഥം വരുന്ന ഇസ്മാണിത്. ഈ ഇസ്മിനെ ധാരാളമായി നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ആർത്തവ സമയത്തുള്ള ക്ഷീണം മാറി നല്ല ഉന്മേഷം ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതിനെ പതിവാക്കി നോക്കുക. അത്ഭുതം നിങ്ങൾക്ക് കാണാൻ കഴിയും, അനുഭവിച്ചറിയാൻ കഴിയും. ഇൻഷാ അല്ലാഹ് എല്ലാ ആർത്തവ സമയത്തുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല പ്രിയപ്പെട്ട സഹോദരിമാർക്ക് സംരക്ഷണം നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുആ വസിയത്തും കമൻ്റായി രേഖപ്പെടുത്തുക. സ്ത്രീകൾ മാത്രമുള്ള നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ ഉമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ ഈ അറിവിനെ നല്ല നിയ്യത്തോടെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു തആല നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.